ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും നിധീഷേട്ടൻ എന്താ അക്കോറിയൊക്കെ ചെടിയൊക്കെ എന്നിട്ട് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് രാത്രി കാണാനാണ് കേട്ടോ ഇതിലൊരു രസം. ഇനിയും കുറച്ചും കൂടി മീൻ കിട്ടണം എന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. അങ്ങനെ രാവിലെ എനിക്ക് അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് അറിഞ്ഞത് ഇന്നും പഠിത്തമില്ല, അവധി പ്രഖ്യാപിച്ചു എന്ന്. പിന്നെ നേരെ കുളിച്ച് റെഡിയായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോകണമെന്ന് അതിന് ഞാൻ നിധീഷേട്ടനോട് മഴയത്താ പോയി. പിന്നെ ഇന്ന് വേറെ വലിയ പരിപാടികളൊന്നും ഉണ്ടായില്ല. ഞാനും കണ്ണനും പീലിയും നിധീഷേട്ടനും മാത്രമേ വീട്ടിലുണ്ടായുള്ളൂ. അമ്മക്ക് ജോലി ഉണ്ടായി. അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്ന് പിള്ളേരൊപ്പം സ്പെൻഡ് ചെയ്തിരുന്നു. നിധീഷേട്ടൻ എന്തോ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. ഞാനും പിള്ളേരും കൂടി ഇങ്ങനെ കളിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. കണ്ണനും പീലിയും കൂടി കുറേ നേരം അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളവളെ കമന്ന് വീഴാൻ പഠിപ്പിച്ചു. ഇന്നിപ്പോൾ പിലിക്ക് 4 മാസമായി. പിലിക്ക് കമന്ന് വീഴാനായിട്ട് യാതൊരു വിധ ഭാവവും ഇല്ല. പിലിക്ക് എണീറ്റിരുന്നാൽ മതി. പിലി കൈമ പിടിച്ചാൽ ബലം പിടിച്ച് നേരെ എണീറ്റിരിക്കലാണ്. അല്ലാണ്ട് കമന്ന് വീഴണമെന്നോ എഴയണമെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തകളും ഇല്ലാത്തൊരു കുട്ടി. അവൻ ഞങ്ങൾ തന്നെ കമത്തിയിടും. കമത്തിയിട്ട് കഴിഞ്ഞാൽ ആൾ കമന്ന് വീണ് കിടക്കണ പോലെ തന്നെ തലയൊക്കെ പൊക്കി പിടിച്ച് നോക്കണൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് ബാലൻസ് വിട്ട് തല ഇങ്ങനെ താഴത്തോട്ടും പോകണതാണ്. പിന്നെ കണ്ണൻ ഇരിപ്പുണ്ടെങ്കിൽ ആളിങ്ങനെ കണ്ണൻ്റെ ഒപ്പം കണ്ണൻ കാണിക്കുന്ന കോപ്രായമൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ അലമ്പുണ്ടാക്കൽ കുറവാണ്. അലമ്പുണ്ടാക്കിയാൽ തന്നെ ഞാൻ പിന്നെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. അങ്ങനെ കണ്ണനെ ഏൽപ്പിച്ച് കുറച്ച് നേരം ഞാൻ നീങ്ങി എന്ന് രണ്ടുപേരും കൂടി കളിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും ഞാനും നിധീഷേട്ടനും പീലിയും കൂടി പുറത്തോട്ട് പോയി. ഒന്ന് ഡോക്ടറെ കാണണമായിരുന്നു. അപ്പോൾ പീലിനെയും കൊണ്ട് പോകാണ്ട് പറ്റില്ലല്ലോ. പീലി അലമ്പുണ്ടാക്കിയപ്പോൾ ഞാൻ പിടിച്ചെടുത്ത് ഉറക്കി. 3:30 വരാമെന്ന് പറഞ്ഞ ഡോക്ടർ 5:30 വന്നപ്പോൾ. അത്രയും നേരം പോസ്റ്റായിരുന്നു. ഞാൻ നിധീഷേട്ടനും കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും പീലി അലമ്പോട് അലമ്പായിരുന്നു. പിന്നെ പീലിനെ മഴയൊക്കെ കാണിച്ച് അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോൾ പീലി മഴയൊക്കെ കണ്ടിരുന്നു. എന്നാലും ചിണുങ്ങലും കാര്യമൊക്കെ ആയിരുന്നു പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് തിരിച്ചു വന്നപ്പോഴാണെങ്കിൽ മുടിഞ്ഞ ബ്ലോക്കുമായിരുന്നു.